ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫിബോ ഡ്രോ ചെയ്ത് നമ്മുടെ ലൈനിനെയും കൂടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ സെറ്റപ്പ് വെച്ചിട്ട് ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാനാണ് മാർക്കറ്റ് നമ്മളോട് പറയുന്നത്. എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ അടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് റിജക്ഷൻ എടുത്ത് താഴത്തോട്ട് പോരുന്നത്. പക്ഷേ എൻ്റെ ഓവറോൾ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുമെന്നാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ ട്രേഡേഴ്സ്, ലൈൻ നമ്മുടെ ക്യാൻഡിൽ നമ്മുടെ ലൈനിൻ്റെ മേളിൽ ക്ലോസ് ചെയ്തില്ല, താഴത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ അത്യാവശ്യം നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, അത്യാവശ്യം മേളിലാണ്. നമുക്ക് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തേക്കാം. ഓക്കെ 50,000 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്, 60 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും തന്നെയാണ്. സോ അതാണ് ഞാൻ നമ്മുടെ സെറ്റപ്പ് വൈസ് നമുക്ക് താഴത്തേക്കാണ് എൻട്രി കാണിച്ചത് മാർക്കറ്റ്. പക്ഷേ നമ്മുടെ ഒരു ഓവറോൾ കൺവിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ ഏകദേശം നമുക്കൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഒരു 1000 ലോസ്, ഹൈ വോളറ്റിലിറ്റി ആണ്, ഭയങ്കര അപ്സൈഡ് ഡൗൺ സൈഡ് മൊമെൻറ്റമാണ്. 1106ഉം 1107ഉം നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ നമുക്കൊന്ന് പ്ലേസ് ചെയ്യിക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 1144ലാണ് നമുക്ക് നമ്മുടെ എൻട്രി കിട്ടിയത്. കണ്ടോ, സ്റ്റിൽ നമ്മളുടെ ലൈനിൻ്റെ മേളിലാണ്. നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ലൈനിൻ്റെ മേളിൽ ക്ലോസും കിട്ടി. ഇനിയിപ്പോൾ താഴത്തോട്ട് വരുവാണെങ്കിലും പ്രശ്നമില്ല, കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് റെഡിയാണ്. 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താഴത്തോട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനി ഏതെങ്കിലും ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, അടുത്തൊരു ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. 49,700 കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിൻറ്റ്. ഇപ്പോൾ ചെറിയൊരു ലോസ് റണ്ണിങ് ആണ്. ഒരു നല്ലൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ലൈനിൻ്റെ മേള് വരെ, മീൻസ് ലൈൻ വരെയെങ്കിലും, അറ്റ്ലീസ്റ്റ് നമ്മുടെ ലൈൻ വരെയെങ്കിലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടാർഗറ്റിനെ കരുതാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2000 അടുപ്പിച്ച് ലോസ് കാണിക്കുന്നുണ്ട്. പക്ഷേ 2500 ഈ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ക്യാൻഡിലിൻ്റെ ലോ, ഉണ്ടായ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വച്ചേക്കണം. ഞാൻ സ്റ്റോപ്പ് ലോസ് വച്ചിട്ടില്ല. അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ മാനുവലി എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഭയങ്കര വോളറ്റിലിറ്റിയാണ്, ചെറിയൊരു സ്പൈക്ക് പോലും ഭയങ്കര ഒരു ഡിഫറൻസാണ് പ്രൈസിൽ കാണിക്കുന്നത്. പ്രീമിയം ആണെങ്കിൽ പ്രീമിയം എമൗണ്ടും നല്ല കൂടുതലാണ്. സോ ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് എത്തി ട്രേഡേഴ്സ്. നമുക്ക് ഓക്കെ, ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനാണ് ചാൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇത് ലാസ്റ്റ് ട്രേഡ്, ഓക്കെ റിജക്ഷൻ വരുന്നുണ്ട്. ഇതും കൂടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ 2, 4, 3, 5 ഒരു 5,000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും ട്രേഡേഴ്സ്. എങ്കിൽ ഇന്നലെ നമുക്കിനി നാളെ നോക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഫ്യൂ പോയിൻറ്റ്സ്, എത്ര ഒരു 4 to 5 പോയിൻറ്റ്സ് എന്ന് പറയാം. എക്സാക്ട്ലി കണ്ട, ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ. നമുക്ക് ഞാൻ അത്രയും ടാർഗറ്റ് വച്ചെങ്കിലും മൊമെൻറ്റം നോക്കിയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇതെനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് സർവൈവ് ചെയ്യുമെന്ന്. കണ്ടോ, വളരെ ഇച്ചിരിയും കൂടെ സൂം ചെയ്താൽ എക്സാക്ട്ലി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് എക്സാക്ട്ലി വരച്ച് വയ്ക്കാം. ഇതിൻ്റെ കളറും കൂടെ ചേഞ്ച് ചെയ്തിട്ട് റെഡാക്കി വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ട് നമ്മുടെ ലൈനിനെ ജസ്റ്റ് വന്ന് ടച്ച് ചെയ്താൽ പോലും നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ വലിയൊരു ലോസ് ബെയർ ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഫ്യൂ പോയിൻറ്റ്സ് അവേ ഫ്രം അവർ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇനിയിപ്പോൾ അടുത്ത ട്രേഡ് ഒന്നും എടുക്കത്തില്ല. ഓക്കെ പക്ഷേ എനിക്കിന്ന് ഓവറോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം മുഴുവൻ കാണിച്ചില്ലെങ്കിലും അത്യാവശ്യം ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ വി ആർ റോങ് എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമ്മളേതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മളേതായാലും ഇൻടാക്റ്റാണ്. ഓക്കെ, അത്യാവശ്യം കൊള്ളാമല്ലേ വീഡിയോ കോൺ, അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ.
വെരി നൈസ്, വെരി നൈസ്. ഞാൻ വിചാരിച്ചിരുന്നു ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസോടെ പണി തീർന്നതാണ്. ഓക്കെ, ഏകദേശം നമ്മളുടെ കോസ്റ്റിനടുത്ത് എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഫൈൻ 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 ഫൈൻ. ആഹാ, ആ റെഡ് ക്യാൻഡിൽ ഗ്രീനായി മാറുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഫോളായിരുന്നു, മീൻസ് നല്ലൊരു ഡൗൺ മൊമെൻറ്റ്. ഓക്കെ, നമ്മുടെ കോസ്റ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനിയൊരു പ്രതീക്ഷയ്ക്കുള്ളതുണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇനിയിപ്പോൾ തിരിയുവാണെങ്കിൽ, ഇനിയിപ്പോൾ ഇത് റിജക്ഷൻ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാനിൽ താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യില്ല. എക്സാക്ട്ലി നമ്മുടെ ഞാൻ വരച്ച് വെച്ച് താഴത്ത് റെഡ് കളർ കണ്ടില്ലേ, അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലൈൻ വരച്ച് വെച്ചത്. സോ താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, ഇറങ്ങുക, സിസ്റ്റം ക്ലോസ്. ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യാമെന്ന്. ആ സ്റ്റോപ്പ് ലോസ് എത്തുമ്പോൾ ഇറങ്ങുക, എത്ര രൂപ ആയിക്കോട്ടെ, 1000, 2000, 3000, 5000, 10000, എത്ര ഹ്യൂജ് എമൗണ്ട് എത്രയായാലും നമ്മൾ സ്റ്റോപ്പ് ലോസിന് ഫിക്സ് ചെയ്യുക. എക്സാക്ട്ലി ആ സ്റ്റോപ്പ് ലോസ് എമൗണ്ട് ആകുമ്പോൾ എത്തുക. ഒരു ദിവസത്തേക്ക് ഒരു എമൗണ്ട്, ഒരു ലോസ് എമൗണ്ട്, ഇപ്പോൾ ഒരു 5000 6000 10,000 നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്രയാണ് നമുക്ക് അന്ന് ബെയർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 1000 റുപ്പീസ് എങ്കിൽ 1000, 500 എങ്കിൽ 500 നമുക്ക് എഗെയിൻ അത് റെഡ് ക്യാൻഡിലായി മാറിയിട്ടൊരു ദിവസം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ബെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ ഓവറോൾ ഒരു 5000 ലോസ് ബെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഫോർഡബിൾ റേറ്റ് ആണ് ഒരു 5000 to 6000 വരെയൊക്കെ പെർ ഡേ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് സീനില്ല. അപ്പോൾ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രേഡോടെ നമ്മളുടെ ഇന്നത്തെ ട്രേഡ് അവസാനിച്ചു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ ഓക്കെ, അഗെയിൻ അത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ, നല്ലൊരു റിജക്ഷൻ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറമാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് തോന്നുന്നു. ക്യാൻഡിൽ ക്ലോസും ആയിട്ടുണ്ട്. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇപ്പം ഞാൻ ഓർത്ത് ആ ഒരു ക്യാൻഡിൽ നല്ലൊരു റിജക്ഷൻ കാണിച്ച് ഗ്രീൻ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു മൊമെൻറ്റം ആ ഒരു ക്യാൻഡിലിൽ തന്നെ കിട്ടുമെന്ന്. ഇവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു മൊമെൻറ്റം ആയിരിക്കും. ഒരൊറ്റ ക്യാൻഡിലിൽ തന്നെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അത്രയും വലിയ ടാർഗറ്റ് അവിടം വരെ വയ്ക്കാം, പക്ഷേ ഞാൻ അത്രയും വച്ചതേ ഉള്ളൂ. ക്യാൻഡിലിൻ്റെ ബിഹേവിയറും എങ്ങനെയുണ്ട്, നമ്മളുടെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ലെവൽ എത്തുമ്പോൾ ക്യാൻഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കിയിട്ട് ടാർഗറ്റ് പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇത്രയും വലിയൊരു കാരണം ട്രെൻഡ് തന്നെ നെഗറ്റീവാണ് അതിൻ്റെ ഇടയ്ക്ക്. കാരണം അത്രയും ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. പിന്നെ മാർക്കറ്റിൽ അത്യാവശ്യം നിൽക്കുന്ന ന്യൂസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും നെഗറ്റിവിറ്റി. പക്ഷേ ഞാൻ ന്യൂസിൽ ട്രേഡ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ മാർക്കറ്റിൻ്റെ ഇപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഡൗൺ ആണ്, സോ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നെഗറ്റീവാണ്, ഞാനങ്ങനെ ട്രെൻഡിനെയും ഫോളോ ചെയ്യാറില്ല. കാരണം നമ്മളങ്ങനെ ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് കമൻറ്റിൽ, ട്രെൻഡിന് അഗൈൻസ്റ്റ് ട്രേഡ് ചെയ്ത്, ഓക്കെ ഫൈൻ, ട്രെൻഡിന് അഗൈൻസ്റ്റ് ട്രേഡ് ചെയ്ത കൊണ്ടല്ലേ നമുക്ക് ലോസ് വന്നതെന്ന് ചോദിക്കുക. അങ്ങനെ ഞാൻ ട്രെൻഡ്, കാരണം നമ്മളൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഫോം ചെയ്യുന്നു, ആ ഒരു ഫോർമേഷൻ്റെ സമയത്ത് ചിലപ്പം നമുക്ക് എഗൈൻസ്റ്റ് നമ്മൾ വെറും 100 പോയിൻറ്റ്സ്, ഒരു പ്രീമിയം വൈസ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് അപ്പ് സൈഡ് ആയാലും ഡൗൺ സൈഡ് ആയാലും ഞാൻ ട്രെൻഡിനെ ഫോളോ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ബട്ട് ട്രെൻഡിനെയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കൺവെക്ഷൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ട്രേഡർ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ടൈം മാർക്കറ്റിൽ നമ്മൾ എത്ര മിനിറ്റാണ് മാക്സിമം, നമ്മൾ വളരെ ചുരുക്ക ടൈമിൽ ട്രേഡ് എടുക്കുന്നു, വളരെ ചുരുക്കം ടൈമിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ടാർഗറ്റ് എടുക്കുന്നു. സോ നമ്മളുടെ സെറ്റപ്പ് എന്ത് പറയുന്നു അതിനനുസരിച്ചാണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കാറുണ്ട്. ഇന്നലെ ഒരു മെസ്സേജ് കമൻറ്റ് ഉണ്ടായിരുന്നു, പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും മാർക്ക് ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അത് ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. അത് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വച്ചിരിക്കുന്ന CPRൻ്റെ ഇൻഡിക്കേറ്റർ, ഞാനത് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ CPRനെയും കൂടെ നോക്കാറുണ്ട്. CPR വെച്ച് ട്രേഡ് എടുക്കാറില്ല, പക്ഷേ CPRനെയും കൂടെ നോക്കാറുണ്ട്. അപ്പോൾ CPR/KGS ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും എനിക്ക്
എനിക്ക് ഓൾറെഡി അതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. സോ ആ പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ ബേസിൽ ട്രേഡ് എടുക്കാറില്ല. അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോയെ ബ്രേക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഹൈയെ ബ്രേക്ക് ചെയ്താലോ മേളിലേക്ക് എടുക്കുക അല്ലെങ്കിൽ താഴോട്ട് എടുക്കുക അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഞാൻ നോക്കാറുണ്ട് പ്രീവിയസ് ഡേ ഹൈ എവിടെയാണ്, ലോ എവിടെയാണ്, അവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം അത് ആ ഒരു മുകളിലേക്ക് വരുന്ന ക്യാൻഡിലെല്ലാം റിജക്ഷൻ ആവുകയാണല്ലോ. ആ ഒരു നല്ലൊരു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് മുകളിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ക്യാൻഡിലാണെങ്കിൽ കൂടി അത്രയും വലിയൊരു ഞാൻ വിചാരിച്ചു ഒറ്റ ക്യാൻഡിൽ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസാണ് ഞാൻ കരുതിയത്. സോ കുഴപ്പമില്ല. ഇപ്പം എഗെയിൻ നമ്മൾ ഗ്രീനിലായിട്ടുണ്ട്, സീനില്ല. ഏതായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. മേളിലേക്കുള്ള ക്യാൻഡിലാണ് റിജക്ഷൻ കാണിക്കുന്നത്. സോ ഇപ്പം എങ്ങനെയാണ് ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ എന്ന് നോക്കിയിട്ട് ഓക്കെ അതിപ്പോൾ ഒരു ഹാമർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലോസിന് ഇനി ഒരു 45 ഒരു 1 മിനിറ്റിനടുപ്പിച്ച് ഏകദേശം ഉണ്ട്. ഓക്കെ ഗുഡ് നമ്മൾ വിചാരിച്ച പോലെ നൈസ്. ഈ ഒരൊറ്റ ക്യാൻഡിലെ നമ്മുടെ ഓക്കെ ദാറ്റ്സ് ഫൈൻ. ഒറ്റ ക്യാൻഡിലെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ വളരെ സന്തോഷം. നമ്മൾ കൂടുതൽ സമയം ഇതിനകത്ത് നിൽക്കില്ല, പെട്ടെന്ന്. ഓക്കെ അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ലെവൽ ഏകദേശം എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. നമ്മുടെ 100 പോയിൻറ്റ്സ് നമ്മൾ മാർക്കറ്റിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. 60 ക്വാണ്ടിറ്റി ആകുമ്പം 3000+ പ്രോഫിറ്റ് നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് ഇറങ്ങണോ അതോ ജസ്റ്റ് 3500-ൻ്റെ 3700 ഓക്കെ 3600 അത്യാവശ്യം നല്ല. ഓക്കെ 3800 വെയിറ്റ് നമ്മളുടെ ടാർഗറ്റ് ലെവല് 3000 റേഞ്ച് ആയിരുന്നു. അതിന് മേളിൽ കണ്ടോ വീണ്ടും റിജക്ഷൻ വരുന്നുണ്ട്. ആ ഒരൊറ്റ ക്യാൻഡിൽ ഞാൻ വിചാരിച്ചിരുന്ന ഒരു റിട്രേസ്മെൻറ്റിന് പോലും നിൽക്കാതെ ആ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ നല്ലൊരു ഹൈ മൊമെൻറ്റം ചെയ്ത് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ മാർക്കറ്റിൽ സെല്ലേഴ്സ് ഭയങ്കരമായിട്ട് ഡൊമൈൻ ചെയ്ത് മാർക്കറ്റിനെ താഴത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഈ നമ്മളുടെ ഫോം ചെയ്യുന്ന ഗ്രീൻ ക്യാൻഡിൽസ് എല്ലാം റിജക്ഷൻ ക്യാൻഡിലായി മാറുന്നത്. സോ ഓക്കെ അഗെയിൻ 3600 3000 4000-നെ ക്രോസ് ചെയ്യുന്നില്ല പ്രോഫിറ്റ്. ഓക്കെ ഇപ്പോൾ ഏകദേശം ഒരു നമ്മുടെ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്ത് നമ്മൾ ഗ്രീനിലെത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. വലിയൊരു ഗ്രീഡിനെസ് കാണിച്ച് നമ്മളുടെ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, നമുക്ക് നമ്മളുടെ മാർക്കറ്റിൽ നമ്മളുടെ എക്സാക്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഓക്കെ ഇപ്പോൾ നമ്മൾ എക്സാക്റ്റ് നമ്മുടെ പ്രോഫിറ്റിലാണ് നിൽക്കണം. നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാം ട്രേഡേഴ്സ്, വെറുതെ കുറച്ച് ഗ്രീഡ്നെസ് കാണിക്കേണ്ട. ഓക്കെ 2700 ഓക്കെ 3000+ ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ 2700 ഓവറോൾ ഒരു 480-യുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്.